അമ്മ എന്താണ് തേങ്ങ ചെരുവണ്? എന്താണ് പരിപാടി? തുവരയ്ക്ക് മീനാ? പച്ച തുവരയ്ക്ക അല്ലേ? ഓക്കെ, അപ്പൊ അതിനാ തേങ്ങ ചെരുവണ് അല്ലേ? എന്നാ തുടങ്ങാ. അമ്മ എന്താണ് തുവരയ്ക്ക് പുള്ളിന്റെ പരിപാടി തുടങ്ങിയില്ലേ? വേഗം വെക്കാം. തുവരയ്ക്ക ആദ്യം കാണിച്ചു കൊടുക്കാം. ഇതാണ് തുവരയ്ക്ക. തുവരയ്ക്ക തൊണ്ട് കളയുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പച്ച തുവരയ്ക്കാണ്. ഒന്നോ രണ്ട് വിസിൽ വേകും, അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ അതിൽ എന്താ ഇട്ട് കൊടുക്കണം? ആവശ്യമുള്ളതാ തക്കാളിയും മുറിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ട് വേവിക്കുന്നു. ഉപ്പ് ഇട്ടിട്ട് അതിന് കുക്കറിട്ട് 2 വിസിൽ അടിപ്പിക്കുക അല്ലേ? ഇട്ട് കൊടുത്തല്ലേ? ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി കുക്കറിൽ 2 വിസിലടിച്ചാൽ തുവരയ്ക്ക് വന്നു അല്ലേ? അപ്പോൾ ശരി, നമുക്കിത് ഗ്യാസിൽ കൊണ്ട് വെക്കാം. തുവരയ്ക്കൊക്കെ വന്നൂലമ്മ? തുവരയ്ക്കൊക്കെ വെന്തു. എന്ത് വെന്തു? അപ്പം അമ്മ അതാ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തു. അമ്മ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ച്. അപ്പം അമ്മ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എനിക്ക് കാണിക്കാമ്മ. മുളക്, മല്ലി, മഞ്ഞ ഇട്ട് കൊടുത്തു. അവരൊക്കെ തിളച്ച് സെറ്റായല്ലോ. അപ്പം അമ്മ പുളി ഒഴിക്കാൻ പോകുന്നു. പുളി ഒഴിക്കാം അല്ലേ? പുളി ഒഴിക്കുക. മാന്തളമീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേ ഇടുന്നുള്ളൂ. മതി തീരുമാനത്തിന്. പുളി ഒഴിക്കണ്ട്. ഇത് തിളച്ചാൽ നമുക്ക് മീനും ഇട്ട് തേങ്ങയും കലക്കി ഒഴിക്കാം. അത്രേ വേണ്ടുള്ളൂ അല്ലേ അമ്മ? അടച്ച് വെക്കാല്ലേ കുറച്ചും കൂടി? തിളക്കാൻ തുടങ്ങി. പുളിയൊക്കെ ഒഴിച്ചതൊക്കെ സെറ്റായി വന്നു. സെറ്റായി. കുറച്ച് അമ്മ മീനിട്ട് കൊടുക്കേണ്ടതാണ്. മാന്തൽ മീനിട്ട് കൊടുക്കണം. ഒറ്റ തറയ്ക്ക് മീൻ വേകില്ലേ അമ്മ? അപ്പോഴേക്കും അമ്മ തേങ്ങയൊക്കെ എടുത്തിട്ട് വെച്ചാൽ. മീനൊക്കെ വെന്തൂലമ്മ? ഓ വെന്തു, നല്ല ഇതായിട്ടുണ്ട്. അപ്പം അമ്മ അതാ തേങ്ങ കരക്കി ഒഴിക്കും. തേങ്ങ അല്ലേ? തേങ്ങയിലൊന്നും ഇട്ടിട്ടില്ല, വെറുതെ തേങ്ങ അരക്കി തന്നെ. വെറും തേങ്ങയാണ്, ഒന്നും തേങ്ങ ഇട്ടിട്ടില്ല. ഇനി തിള കളിച്ചാൽ തളിക്കില്ലമ്മ? തേങ്ങയൊക്കെ കലക്കി ഒഴിച്ചു. തിളച്ചൂലമ്മ? താളിക്കാൻ പോകണേ. താളിച്ച പരിപാടി കഴിഞ്ഞു അല്ലേ? ഓ, കടുകെല്ലാം ഇട്ട് താളിക്കിന്, ഉലുവേനെ ഇട്ട് താളിക്കുക. ഉലുവിട്ട് താളിക്കുക അല്ലേ? അപ്പം ഇനി താളിച്ച കറിൻ്റെ പരിപാടി കഴിഞ്ഞു, സെറ്റായി. ഒരുപാട് കട്ട് ചെയ്യുന്ന വേണ്ട, ഇത്തിരി അയഞ്ഞിരിക്കണം അല്ലേ അമ്മ? നല്ല ടേസ്റ്റാണ്. വെക്കും പോലെ വെക്കണം. വെച്ച് നോക്കട്ടെ, എല്ലാവരും വെച്ച് നോക്കിയിട്ട് അമ്മയ്ക്ക് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. കിട്ടണവർ വെച്ച് നോക്കി. നമുക്ക് തളിക്കാലമ്മ.
താളിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. താളിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. താളിക്കാൻ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലേ? ഒന്ന് നമുക്ക് മണത്തിന് വേണ്ടി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അല്ലേ? വെളിച്ചെണ്ണയൊക്കെ ചൂടായി. ഉലുവ മാത്രം ഇടുന്നുള്ളതാണ്. ഉലുവിട്ട് കൊടുത്തു. ഉലുവയൊക്കെ അതാ ചോക്കനായി. അമ്മ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളക് ഒന്ന് നടുവ് കീറിയതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് പറഞ്ഞാൽ അമ്മ ഏത് മീൻ കൂട്ടാൻ വെക്കുമ്പോഴും മുളക് കീറിയിടും. അപ്പോൾ ആ കൂട്ടാൻ നല്ലൊരു മണം ഉണ്ടാവും. ഇഷ്ടമുള്ളവർക്ക് അത് എടുത്ത് കടിക്കുകയും ചെയ്യാം. അച്ഛനൊക്കെ ആണെങ്കിൽ അതിലെടുത്തിട്ട് വിളച്ചോറിന ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വരുന്നുണ്ട്. അല്പം കൂടി വാടണം അല്ലേ? ഉള്ളിയൊക്കെ നല്ലോണം വാടി അതിലേക്ക് കറി ഒഴിക്കുക അല്ലേ അമ്മ? നമ്മുടെ കറിയൊക്കെ റെഡിയായി. പച്ചത്തവർക്ക് മീനൊക്കെ വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കും. ഇങ്ങനെയാണ്. എല്ലാവരും വെച്ച് നോക്കുക. അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുക, ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. പിന്നെ ഇത് മൺചട്ടിയിലാണ് വെക്കുക എന്നൊക്കെ പറയും. പക്ഷേ കൊള്ളില്ല. നമ്മുടെ വീട്ടിലുള്ള മൺചട്ടി ഇത്ര വലിപ്പമുള്ളതില്ല. അപ്പോൾ അതിൽ കൊള്ളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാത്രത്തിൽ വെച്ചത്. അല്ലാണ്ട് വേറൊന്നുമല്ല. അങ്ങനെ അമ്മൻ്റെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അല്ലേ അമ്മ? അതെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.